السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يصطفي من الملائكة رسلا ومن الناس. صدق الله العظيم. وقال النبي صلى الله عليه وسلم: الإيمان أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റു മുഴുവൻ ഇബാദത്തുകൾ അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തേത് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, അതിനുശേഷം പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. എന്താണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം? പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു ശരിയായ രീതിയിൽ പറയുവാൻ, കേൾക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക അടിമ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ. ജനങ്ങളിൽ നിന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയെ അവൻ തെരഞ്ഞെടുക്കുന്നു. ആ വ്യക്തിക്ക് നുബുവത്ത്, റിസാലത്ത് എന്ന പദവി നൽകുന്നു. ആ വ്യക്തിയിലൂടെ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ജനങ്ങൾക്കും അള്ളാഹുവിനും ഇടയ്ക്കുള്ളതായ ഒരു ദൂതൻ. ഇതാണ് പ്രവാചകന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദ്യത്തെ മനുഷ്യനും ആദമാണ്, ആദ്യത്തെ പ്രവാചകനും ആദമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഓരോ സമുദായങ്ങളിലേക്കും ഓരോ നാട്ടിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. വലികുല്ലി ഖൗമിൻ ഹാദ്, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശികൾ അയച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു മാർഗദർശികൾ അയച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, നിശ്ചയമായും എല്ലാ സമുദായങ്ങളിലേക്കും ഞാൻ നബിയെ അയച്ചിട്ടുണ്ട് കേട്ടോ. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുകാർ വരാത്തതായ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ദൂതന്മാർ വരാത്തതായ ഒരു സമുദായവും ലോകത്തുണ്ടായിട്ടില്ല. അപ്പോൾ ഉമ്മത്തിലേക്ക്, ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്തിനാണ് പ്രവാചകന്മാരെ അയക്കുന്നത്? അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയതാഅ ബിഇദ്നില്ലാഹ്, പ്രവാചകന്മാരെ അയക്കുന്നത് പിൻപറ്റപ്പെടുന്നതിനു വേണ്ടിയാണ്. അവർ പറയുന്നത് കേട്ട്, അവരുടെ ജീവിതം കണ്ട്, അവരുടെ സന്ദേശങ്ങൾ കേട്ട് അവരെ പിൻപറ്റി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക. ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. പ്രവാചകന്മാരെ അയച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം അള്ളാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ അനുവാദമില്ല. എങ്ങനെ ശിക്ഷിക്കും?
നീ എന്തുകൊണ്ട് എന്നെ അനുസരിച്ചില്ല എന്ന് ചോദിച്ച ഒരു സമുദായത്തെ ശിക്ഷിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു ഏതെങ്കിലും ഒരു സമുദായത്തെ അള്ളാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കാൻ പോയാൽ അവർക്ക് ചോദിക്കാനൊരു ന്യായമുണ്ടാവും. അള്ളാഹു എന്തുകൊണ്ട് നീ ഞങ്ങൾക്കൊരു നബി അയച്ചില്ല? നീ എന്തുകൊണ്ട് എങ്ങനെയാണ് നിന്നെ അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നില്ല? നീ പറഞ്ഞു തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ എതിര് പ്രവർത്തിച്ചു. ഇങ്ങനെ പറയാനുള്ള ഒരു ന്യായമുണ്ടാകും. ആ ഒരു ന്യായം പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചത്. അല്ലാഹു പറയുന്നുണ്ട്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. ഒരു പ്രവാചകനെ അയക്കാതെ ഒരു സമുദായത്തെയും ഞാൻ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിക്കുന്നത് ന്യായമല്ല. അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കണം, അള്ളാഹുവിന് എന്താണ് ഇഷ്ടം, അള്ളാഹുവിന് എന്താണ് ഇഷ്ടമില്ലാത്തത്, ഇത് മനസ്സിലാക്കാതെ ഒരു സമുദായം എങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കും? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. എന്താണ് നബി, എന്താണ് റസൂല്? നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കാണ് നബിമാർ, റസൂലുകൾ, മുർസലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് നബി, റസൂൽ എന്ന വാക്കുകൾക്കിടയിൽ. നബിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട എല്ലാ വ്യക്തികളും നബിമാരാണ്. എന്നാൽ അവരിൽ നിന്ന് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടാവും. കുറച്ച് പോസ്റ്റ് കൂടിയ ആളായിരിക്കും, കുറച്ച് സ്ഥാനം കൂടിയ ആളുകളായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേകതകൾ കൂടിയ ആളുകളെയാണ് റസൂലുകൾ എന്ന് പറയുന്നത്. അപ്പൊ നബിമാരെക്കാളും കുറച്ചുകൂടെ സ്ഥാനം കൂടിയ ആളുകളാണ് റസൂലുകൾ. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ശരീഅത്ത്, ഒരു ദീന് നൽകിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ശത്രുക്കളോട് ജിഹാദ് ചെയ്യുവാനുള്ള കൽപ്പന നൽകപ്പെട്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ മറ്റ് പ്രവാചകന്മാർക്കില്ലാത്തതായ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കൂടുതലായുള്ള ആളുകളെയാണ് റസൂലുകൾ എന്ന് പറയുന്നത്. ഹദീസിലൂടെ വരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പ്രവാചകന്മാരെ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട്. 1,24,000. അതിൽ 313 അല്ലെങ്കിൽ 315 പേർ റസൂലുകളാണ്. അഥവാ ഈ നബിമാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്ഥാനങ്ങൾ കൂടുതലുള്ളവരാണ്. ഇതാണ് നബി, റസൂൽ എന്നതിന്റെ ഇടയിലുള്ള വ്യത്യാസം. ഇനി ഈ നബിമാരുടെ വിഷയത്തിൽ നമ്മൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബിമാരുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നുബൂവത്ത് എന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഔദാര്യമായി നൽകപ്പെടുന്ന ഒരു സ്ഥാനമാണ്. അറബിയിൽ ഇതിന് വഹബി എന്ന് പറയും. വഹബി അഥവാ അള്ളാഹു ഔദാര്യമായി അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ്. ആർക്കും സ്വന്തം കഴിവുകൊണ്ട്, പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല. അള്ളാഹു ആരെ തെരഞ്ഞെടുക്കുന്നോ, ആരെ ഇഷ്ടപ്പെടുന്നോ അവർക്ക് ഈ സ്ഥാനം കൊടുക്കും. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഈ സ്ഥാനം കൊടുത്ത് അവരെ തെരഞ്ഞെടുക്കും. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. ആർക്കാണ് നുബുവത്ത്, റിസാലത്ത് നൽകേണ്ടത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി നബിയായി വന്നപ്പോൾ മക്ക കുഫാറുകൾ പലരും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിൽ ചില ആളുകൾ പറഞ്ഞ ഒരു വിമർശനം ഇതാണ്: അള്ളാഹുവിൽ ഒരാളെ നബിയായിട്ട് അഥവാ തെരഞ്ഞെടുക്കണമെങ്കിൽ ഇവിടെ വേറെ ആരുമില്ലേ? മുഹമ്മദിനെ മാത്രമേ കിട്ടിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വേറെ എത്രയോ നേതാക്കന്മാരുണ്ട്, വേറെ എത്രയോ മഹിമയുള്ളവരുണ്ട്, മഹത്വമുള്ളവരുണ്ട്, വലിയ നേതാക്കന്മാരുണ്ടല്ലോ. അവരാരെയും തെരഞ്ഞെടുക്കാതെ മുഹമ്മദിനെ മാത്രമേ അള്ളാഹുവിന് കിട്ടിയുള്ളൂ നബിയാക്കാൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവര് വിമർശനം ഉന്നയിച്ചായിരുന്നു. അതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. ആർക്ക് നുബുവത്ത് കൊടുക്കണമെന്ന് അള്ളാഹുവിനെ നന്നായി അറിയാം. നിങ്ങളാരും പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങളെ തെരഞ്ഞെടുത്തില്ലേ, അതിനർത്ഥം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ്. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തോ, അതിനുള്ള യോഗ്യതയുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. അപ്പോ ഒന്നാമതായി നബിമാരുടെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവാണ് നബിമാരെ തെരഞ്ഞെടുക്കുന്നത്. ഒരാൾക്ക് അള്ളാഹുവിന്റെ അടുത്ത ദാസനാകാം, വലിയാകാം, ഔലിയ. അതിനൊരാൾക്ക് സ്വന്തം പരിശ്രമിച്ച് ഇബാദത്തുകൾ ചെയ്ത്, നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ ആ വിലായത്ത് എന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും.
ഇത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ നുബുവത്ത് എന്ന് പറയുന്നത് അങ്ങനെ പരിശ്രമിച്ച് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. പല ആളുകളും അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നുബുവത്ത് വാദവുമായി കടന്നു വന്ന ഒരു കള്ളപ്രവാചകനാണ് മിർസ ഗുലാം ഖാദിയാനി. അവന്റെ ഗ്രന്ഥങ്ങളിൽ അവൻ എഴുതി വച്ചിട്ടുണ്ട്, എനിക്ക് നുബുവത്ത് കിട്ടിയത് എന്റെ പരിശ്രമത്തിലൂടെയാണ്. ഞാൻ നബിതങ്ങളെ പിൻപറ്റി ഉയർന്ന ദർജയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു എനിക്ക് നുബുവത്ത് തന്നു. കള്ളമാണ്, പച്ച കള്ളമാണ്. ഒന്നാമത് നബിതങ്ങൾക്ക് ശേഷം ആർക്കും അള്ളാഹു നുബുവത്ത് നൽകൂല. രണ്ടാമത്തേത് നുബുവത്ത് എന്നുള്ളത് ഇത്തരത്തിൽ പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. രണ്ടാമത്തെ ഒരു വിഷയം, നബിമാരുടെ വിഷയത്തിൽ വിശ്വസിക്കാനുള്ളത് മുഴുവൻ നബിമാരെയും വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹു ലോകത്ത് എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ എല്ലാവരെയും നബിയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പൊ എല്ലാവരെയും നമുക്ക് എങ്ങനെ അറിയാം? ചില ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് 1,24,000 എന്ന്, വേറെ ചില ഹദീസുകളിലൂടെ അതിനേക്കാളും കുറവെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്ര നബിമാരെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെ പറയേണ്ടത്, വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാ നബിമാരെയും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരെണ്ണവും അതിൽ നിന്ന് കുറഞ്ഞു പോകൂല. 1,24,000 നബിമാർ എന്ന് നമ്മൾ വിശ്വസിച്ചു. 1,24,010 നബിമാര് വന്നിട്ടുണ്ടായിരുന്നെങ്കിലോ ഉദാഹരണമായിട്ട്, അപ്പൊ 10 നബിമാർ നമ്മൾ വിശ്വസിക്കാത്തത് പോലെയാണ്. അപ്പൊ അങ്ങനെ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എണ്ണം പറഞ്ഞ് വിശ്വസിക്കുകയല്ല വേണ്ടത്, അള്ളാഹു അയച്ച മുഴുവൻ നബിമാരിലും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറെ നബിമാരെ ഞാൻ അയച്ചിട്ടുണ്ട്, ചിലരുടെ കാര്യങ്ങൾ ഖുർആനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആൻ എടുത്ത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 25 പ്രവാചകന്മാരുടെ പേരുകളെ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാർ എവിടെ പോയി? ഹദീസുകളിൽ കുറെ പ്രവാചകന്മാരുടെ പേരുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ 1,24,000 ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കൃത്യമായ എണ്ണം ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര എണ്ണം എന്ന് വിശ്വസിക്കാതെ എല്ലാവരെയും ഞാൻ വിശ്വസിച്ചു എന്ന് നമ്മൾ പറയേണ്ടതാണ്. അതാണ് വിശ്വാസത്തിന്റെ ഭാഗം. പരിശുദ്ധമായ ഖുർആനിൽ ആദി സമുദായത്തെക്കുറിച്ച്, ഹൂദ് നബിയുടെ സമുദായമായ ആദിനെ കുറിച്ച്, സാലിഹ് നബിയുടെ സമുദായമായ സമൂദിനെ കുറിച്ച്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ സമുദായത്തെക്കുറിച്ചുള്ള കഥകൾ പറയുന്നുണ്ട്. അതിനകത്ത് അള്ളാഹു പറഞ്ഞത് കസ്സബത് സമൂദുൽ മുർസലീൻ, കസ്സബത് ആദുനിൽ മുർസലീൻ, കസ്സബത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ. ഹൂദ് നബിയുടെ സമുദായം പ്രവാചകന്മാരെ കളവാക്കി, സാലിഹ് നബിയുടെ സമുദായം പ്രവാചകന്മാരെ കളവാക്കി. ഇങ്ങനെ പ്രവാചകന്മാരെ കളവാക്കി എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എന്നാലോ ആ സമുദായത്തിലേക്ക് ആ ഒരു നബിയെ വന്നിട്ടുള്ളൂ. ആദ്യ സമുദായത്തിലേക്ക് ഹൂദ് നബി മാത്രമേ വന്നിട്ടുള്ളൂ. ആ ഹൂദ് നബി അവർ കളവാക്കി, വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ അവർ പ്രവാചകന്മാരെ കളവാക്കി. എന്താണ് അതിനർത്ഥം? ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത്, കളവാക്കുന്നത് മുഴുവൻ പ്രവാചകന്മാരെയും കളവാക്കുന്നതിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവൻ നബിമാരെയും വിശ്വസിക്കണമെന്ന്. കാരണം എന്താണ്? എല്ലാ നബിമാരും വന്നത് ഒരേ ജോലിയുമായിട്ടാണ്, ഒരേ ഉത്തരവാദിത്വവുമായിട്ട്, ഒരേ ഡ്യൂട്ടിയുമായിട്ടാണ് വന്നത്. അപ്പൊ 10 പേര് വന്നു, ഞാൻ പറയുന്നു ഈ 9 പേരെ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഒരാളെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ 10 പേരെയും വിശ്വസിക്കുന്നില്ല എന്ന് അതിന്റെ അർത്ഥം. കാരണം എല്ലാവരും ഒരേ ജോലിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ. ഒരാളെ മാത്രം നിഷേധിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഒരാളെ നിഷേധിക്കുന്നത് മുഴുവൻ നബിമാരെ നിഷേധിക്കുന്നതിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? മുഴുവൻ നബിമാരെയും ഞാൻ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാരിൽ നിന്ന് ഒരാളെയും ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. എല്ലാവരെയും അള്ളാഹുവിന്റെ ദൂതരായിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ടത്, പ്രവാചകന്മാരെല്ലാവരും മഅസൂമുകളാണ്. മഅസൂമുകളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളിൽ നിന്നും അള്ളാഹു അവരെ സുരക്ഷിതരാക്കിയിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ നിന്ന് ചെറുതോ വലുതോ ആയ ഒരു പാപങ്ങളും ഉണ്ടാകൂല. പ്രവാചകന്മാർ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയും പരിശുദ്ധരായിരിക്കണം, എങ്കിൽ മാത്രമേ അവരെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകന്മാരെ അയച്ചത് പിൻപറ്റാൻ വേണ്ടിയാണ്. അവർ തോന്നുമ്പോഴൊക്കെ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ പിന്നെ അവരിൽ എന്ത് മാതൃകയുള്ളത്?
അവർ 100% പെർഫെക്റ്റ് ജീവിതം നയിച്ചവരായിരിക്കും. നബുവത്തിന് മുമ്പും ശേഷവും അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവൂല. അള്ളാഹു ആ രീതിയിൽ അവരെ സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ്. യഹൂദികളും നസാറാക്കളുമൊക്കെ ബൈബിളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകന്മാരെ കുറിച്ച് വളരെ മോശമായ ചിത്രമാണ് വരച്ചു വച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ തെറ്റ് ചെയ്തതായിട്ട് തോന്നുമ്പോഴൊക്കെ പല തെറ്റുകൾ ചെയ്തവരായിട്ടൊക്കെ അവരെക്കുറിച്ചുള്ള കഥകൾ ബൈബിളിൽ കാണാൻ സാധിക്കും. തീർത്തും തെറ്റായ കാര്യമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാപം ചെയ്തതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. പ്രവാചകന്മാർ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മാനുഷികമായ ചില വീഴ്ചകളുണ്ടാവും. മറവി എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വീഴ്ചയാണ്. നബിതങ്ങൾക്ക് പോലെ മറവി ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നമസ്കരിച്ചു, ളുഹറോ അസ്റോ നമസ്കരിച്ചു, 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി. 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി എഴുന്നേറ്റ് മാറിയിരുന്നു. നബിതങ്ങളുടെ പൊതുവെയുള്ള ശൈലി അങ്ങനെയാണ്, നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് മാറിയിരിക്കും സ്വന്തമായിട്ട്. അപ്പൊ എല്ലാ സഹാബാക്കളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതെന്താ സംഭവിച്ചത്? ആർക്കും നബിതങ്ങളടുത്ത് ചോദിക്കാനുള്ള ധൈര്യമില്ല, അറിയില്ല ഇനിയിപ്പോ 4 റക്അത്ത് എന്നുള്ളത് 2 റക്അത്ത് അല്ലാഹു തീരുമാനിച്ചതാണോ അതല്ല നബിതങ്ങൾക്ക് മറന്നതാണോ, ഇത് പോയി ചോദിക്കാനും ആർക്കും ധൈര്യം വരുന്നില്ല. അങ്ങനെ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ ശ്രദ്ധിച്ചില്ല, നബിതങ്ങൾ അവിടെ മാറിയിരിക്കുക. ഒരു സഹാബി ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമസ്കാരത്തെ 2 റക്അത്തായിട്ട് ചുരുക്കപ്പെട്ടോ അതല്ല താങ്കൾക്ക് മറന്നുപോയതാണോ? താങ്കൾ 2 നിസ്കരിച്ചുള്ളൂ. നബിതങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ 2 റക്അത്ത് ചുരുക്കിയിട്ടുമില്ല, എനിക്ക് മറന്നിട്ടുമില്ല. കാരണം നബിതങ്ങൾ ഓർക്കുന്നില്ല 2 റക്അത്താണ് നമസ്കരിച്ചതെന്ന്. ആ സഹാബി പറഞ്ഞു, ബഅദു ദാലിക ഖദ് കാൻ, അല്ലാഹുവിന്റെ റസൂലെ 2-1 ഉറപ്പായിട്ട് സംഭവിച്ചു. ഒന്നുകിൽ 2 റക്അത്തായിട്ട് ചുരുക്കപ്പെട്ടതാണ്, ളുഹറിന് 2 റക്അത്തേ ഉള്ളൂ, അതല്ല എങ്കിൽ താങ്കൾ മറന്ന് 2 റക്അത്തിൽ സലാം വീട്ടിയതാണ്. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ സഹാബാക്കളിലേക്ക് നോക്കി, ആണോ? അപ്പൊ എല്ലാ സഹാബാക്കളും പറഞ്ഞു അതേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയാട്ടി. ഉടൻ തന്നെ നബിതങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു, ഇവിടെ വന്ന് കൈകെട്ടുന്നു, ബാക്കി 2 റക്അത്തും കൂടെ നമസ്കരിച്ച് സഹവിന്റെ സുജൂദും ചെയ്ത് സലാം വിട്ടുന്നു. അപ്പൊ ഇത് മറവി സംഭവിച്ചതാണ്. മറവി എന്നത് ഒരു മനുഷ്യന്റെ മാനുഷികമായ പരിഗണനയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മറവി സംഭവിക്കുന്നത് ഒരു പാപമല്ല. ഇന്ന മരത്തിൽ നിന്ന് പഴം കഴിക്കരുത് എന്ന് ആദം നബിയോട് പറയപ്പെട്ടിരുന്നു. ആദം നബിക്ക് മറന്നുപോയി, ഫനസിയ വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, മറന്നുപോയി. അദ്ദേഹം മറന്നുകൊണ്ട് ആ പഴം എടുത്ത് കഴിച്ചു. അപ്പൊ മറന്നുകൊണ്ട് കഴിക്കുന്നത്, മറന്നുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്നത് ഒരു പാപമല്ല. നോമ്പുകാരനായിരുന്നു, അറിയാതെ മറന്നുകൊണ്ട് നോമ്പുകാരനാണെന്ന് ഓർക്കാതെ വെള്ളം കുടിച്ചു, അവന്റെ നോമ്പ് മുറിയൂല. ഭക്ഷണം കഴിച്ചു, നോമ്പ് മുറിയൂല. കാരണം എന്താണ്? അത് അറിയാതെ ചെയ്തതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, മുൻഗാമികളായ പല സമുദായങ്ങളും പ്രവാചകന്മാരെ കുറിച്ച് പല മോശമായ കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. സുലൈമാൻ നബിയെക്കുറിച്ച്, ദാവൂദ് നബിയെക്കുറിച്ച്, ലൂത്ത് നബിയെക്കുറിച്ച്, ഇബ്രാഹിം നബിയെക്കുറിച്ച്, മൂസാ നബിയെക്കുറിച്ച്, ഈസാ നബി, ഇങ്ങനെ പല പ്രവാചകന്മാരെ കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പലതരം തെറ്റുകൾ സംഭവിച്ചതായിട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാദല്ലാഹ്, അങ്ങനെയുള്ള ഒരു തെറ്റുകളും സംഭവിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദം നബി പാപം ചെയ്തു എന്ന് പോലും നമ്മൾ പറയാൻ പാടില്ല. ആദം നബിയുടെ ഭാഗത്തു നിന്നുണ്ടായതായ വീഴ്ച, പിഴവ് വേറെയാണ്, പാപം വേറെയാണ്. ആ പദപ്രയോഗം തന്നെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മാസൂമുകളാണ്, അവരെ പാപത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട അടുത്ത കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സത്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് മുഅ്ജിസത്തുകൾ നൽകാറുണ്ട്. ഞാൻ നബിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അമാനുഷികമായ ചില കഴിവുകൾ അള്ളാഹു അവർക്ക് നൽകും. അവരിലൂടെ ചില അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കും. എന്തിനാണ്? ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് അവർക്ക് വ്യക്തമാകാൻ വേണ്ടി. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മുഅ്ജിസത്തുകൾ നൽകുമ്പോൾ അള്ളാഹു സാധാരണ ചെയ്യാറുള്ള ഒരു ശൈലി, ഒരു കാലഘട്ടത്തിൽ ആ സമുദായം മുഴുവനും ഏറ്റവും കൂടുതൽ പ്രാധാന്യത നൽകി കണ്ടിരുന്ന കാര്യം എന്താണോ അതിനെയും വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും മുഅ്ജിസത്ത് വരുന്നത്. ഓരോ കാലഘട്ടത്തിലും ട്രെൻഡായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അപ്പോ പ്രവാചകൻ വരുമ്പോൾ ആ കാര്യത്തെയും മറികടക്കുന്ന ഒരു അത്ഭുതവുമായിട്ടായിരിക്കും വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ ട്രെൻഡ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന, പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നത് മാജിക്കാണ്.
മാജിക് എന്ന് പറയുന്നത് അത് പഠിക്കുന്നതും അത് കാണിക്കുന്നതും ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. മജീഷ്യന്മാർക്ക് ഭയങ്കര വിലയായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഭയങ്കര ഗൗരവം എല്ലാവരും കാണിച്ചിരുന്നു. സിഹർ, മാരണം, ജാലവിദ്യ, ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് കണ്ടിരുന്നു. അപ്പോ ആ കാലഘട്ടത്തിൽ നുബുവത്തുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ആ മാജിക്കിനെയും ആ മന്ത്രത്തെയും ആ മാരണത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അതിലും വലിയ ഒരു അത്ഭുതപരമായ കാര്യവുമായിട്ടാണ് മൂസാ നബി വന്നത്. എന്തായിരുന്നു? വടി പാമ്പാകുന്ന മോചിതത്ത്. മൂസാ നബി ഫിറോനോട് വന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ബനി ഇസ്രായേലിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സംസാരമായി, വാദപ്രതിവാദമായി അവസാനം ഒരു മത്സരത്തിലേക്ക് എത്തിച്ചു. മൂസാ നബി തന്റെ വടിയിട്ടിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. ഇതാണ് എന്റെ മോചിതത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇതിനേക്കാളും വലിയ മോചിതത്ത് ഞങ്ങളുടെ അടുക്കലുണ്ട്, വലിയ അത്ഭുതം ഞങ്ങളുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം തീരുമാനിച്ചിട്ട് മത്സരം വെച്ചു. ഒരു ഭാഗത്ത് മൂസാ നബിയും ഹാറൂൻ നബിയും ഉണ്ട്, മറുഭാഗത്ത് മിസ്റിലുള്ള മുഴുവൻ പ്രധാനപ്പെട്ട മജീഷ്യന്മാരെയും ഫിർഔൻ വിളിച്ചു വരുത്തി. ഇന്ന് നിന്റെ ഈ കാണിച്ചതായ അത്ഭുതം ഇത് വെറും മാജിക്കാണ്, ഇതിനേക്കാളും വലിയ മാജിക് ഉണ്ട് എന്ന് ഞാൻ ഇന്ന് സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആവേശത്തോടുകൂടി ഫിർഔൻ വന്നു. എല്ലാ മജീഷ്യന്മാരെയും വിളിച്ചു വരുത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. ഒരു മൈതാനത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി മുഴുവൻ ജനങ്ങളും വന്നു. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വന്നു. ഒരു പെരുന്നാളിന്റെ ദിവസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഒരു 9-10 മണി സമയം, ലുഹായുടെ സമയം. എല്ലാവരും ഒരുമിച്ച് കൂടി. ഒരു ഭാഗത്ത് മജീഷ്യന്മാർ നിൽക്കുന്നു, മറുഭാഗത്ത് മൂസാ നബി ഹാറൂൻ നബി നിൽക്കുന്നു. അവർ ചോദിച്ചു, ആരാണ് ആദ്യം മാജിക് കാണിച്ചു തുടങ്ങുന്നത്? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തന്നെ കാണിക്ക്, നിങ്ങൾ തന്നെ കാണിക്ക്. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി, കയറ്, ഇതെല്ലാം കൂടെ അവരിങ്ങനെ എടുത്ത് മൈതാനത്തേക്ക് എറിഞ്ഞു. അതെല്ലാം ഇങ്ങനെ പാമ്പും തേളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എല്ലാവരും കണ്ടു, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങി. അവർ വലിയ മാജിക് കാണിച്ചു എന്ന് പറഞ്ഞു. യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അത് വെറും മാജിക് ആയിരുന്നു. ആ കയറൊക്കെ അവിടെ തന്നെ കിടക്കുന്നു. പക്ഷെ അതിങ്ങനെ എഴയുന്നതായിട്ടും പാമ്പായതായിട്ടും ഒക്കെ ആളുകളുടെ കണ്ണിൽ തോന്നിപ്പിക്കപ്പെടും. കൺകെട്ട് വിദ്യ. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, മൂസാ നീ പേടിക്കേണ്ട, നിന്റെ വടി നീ എടുത്തിടെന്ന് പറഞ്ഞു. മൂസാ നബി തന്റെ വടി എടുത്തിട്ടു. ആ വടി പാമ്പായിട്ട് ഈ മുഴുവൻ പാമ്പുകളെയും അത് കൊത്തി വിഴുങ്ങാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല എങ്കിലും മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് സത്യമാണെന്ന്. കാരണം ഞങ്ങളുടെ മാജിക്കുകളെ പൊളിക്കാൻ മറ്റൊരു മാജിക്കിന് കഴിയില്ല. കാരണം അത്രയും ടോപ്പായിട്ടുള്ള മാജിക്കാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത്. ആ മാജിക്കിനെയും പൊളിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അത് മോചിതത്തെ ആയിരിക്കുള്ളൂ. ആ നിമിഷം ആ മജീഷ്യന്മാരെല്ലാവരും മുസ്ലിമായി. എല്ലാവരും മുസ്ലിമായി. ഇത് യാഥാർത്ഥ്യമാണെന്ന് ആർക്ക് മനസ്സിലായില്ല എങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഫിറഔന് ദേഷ്യം വന്നു. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ അവനെ വിശ്വസിച്ചു? എന്റെ അനുവാദമില്ലാതെ നിങ്ങളെവിടെ കൊണ്ടുവന്നത് ഞാനാണ് മത്സരിപ്പിക്കാൻ വേണ്ടി. എന്റെ അടുത്ത് ചോദിക്കാതെയാണ് നിങ്ങൾ അവനെ വിശ്വസിക്കുന്നത്. അവർ നിന്റെ അനുവാദമൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. ഞങ്ങൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ നിങ്ങളെ കൊന്നുകളയും, നിങ്ങളുടെ കൈയിനെയും കാലിനെയും ഒക്കെ മുറിച്ചു മാറ്റും ഞാൻ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഞങ്ങൾ ഒരു പ്രവാചകനെതിരെ മത്സരിക്കാൻ വന്നത് വലിയൊരു പാപമാണ്. അള്ളാഹു നിന്റെ ഈ ശിക്ഷ കാരണമായിട്ട് ആ പാപമൊക്കെ ഞങ്ങൾക്ക് പുറത്തു തന്നേക്കാം. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന ബിറബ്ബി ഹാറൂന വ മൂസ. മൂസായുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവർ വിശ്വസിച്ചു. അപ്പോ കാലഘട്ടത്തിന്റെ ട്രെൻഡ് എന്തായിരുന്നോ അതിനെയും തകർക്കുന്ന രീതിയിലുള്ള മോചിതത്താണ് അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുക്കുന്നത്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം ഭയങ്കരമായി പുരോഗമിച്ച് നിന്നിരുന്ന കാലഘട്ടമായിരുന്നു. ഏതിനും അവർ മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. അതിൽ വലിയ അഭിമാനം അവർ കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് എന്തിനും മരുന്നുണ്ട്. അപ്പോഴും ചില കാര്യങ്ങൾ അവർ പരാജയമായിരുന്നു. മരിച്ചവർക്ക് ജീവിപ്പിക്കാൻ അവരുടെ അടുക്കൽ മരുന്നില്ല. ജന്മന കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് ബാധിച്ചവർ, ജന്മന കാഴ്ചയില്ലാത്തവർ, കുഷ്ഠരോഗം ബാധിച്ചവർ, ഇതിന്റെ ഒന്നും മരുന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോ ആ കാലഘട്ടത്തിൽ ഈസാ നബി പ്രവാചകനായി വന്നപ്പോൾ ഈ വൈദ്യശാസ്ത്രത്തെയും വെല്ലുന്ന മോചിതത്വമായി വന്നു. എന്തായിരുന്നു? കൈകൊണ്ട് തടകുമ്പോൾ രോഗം സുഖപ്പെടും. ഒരു മരുന്നുമില്ലാതെ അവർക്ക് മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മേഖലയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതം കാണിച്ചു കൊടുത്തു. ജന്മന അന്ധനായിരുന്നവരെ കണ്ണ് തടകുമ്പോൾ അദ്ദേഹം സുഖപ്പെടുന്നു, കാഴ്ചയുള്ളവനായി മാറുന്നു. മരിച്ചവരെ എണീക്ക്, അള്ളാഹുവിന്റെ നാമത്തിൽ എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ മരിച്ച ആളുകൾ ജീവനോടുകൂടി എഴുന്നേറ്റ് വന്നു. എന്തായിരുന്നു? കാലഘട്ടത്തെയും വെല്ലുവിളിക്കുന്ന മോചിതത്വമായിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലഘട്ടം അന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സാഹിത്യമായിരുന്നു.
അറബി സാഹിത്യം അന്ന് ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുന്ന കാലമായിരുന്നു. കൊച്ചു കുട്ടികൾ പോലും സംസാരിക്കുന്ന ഒരു സാഹിത്യത്തിലാണ് അറബി സാഹിത്യം. അറബികൾ എഴുത്തും വായനയും അറിയാത്തവരാണ്. അവർക്ക് എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാ, പക്ഷെ സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അറബികളല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിരുന്നത് അവർ അജമികൾ എന്നാണ്. അജമികൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അറിയാത്തവർ. അത്ര അഹങ്കാരമായിരുന്നു അവർക്ക്. ഞങ്ങൾക്കാണ് അറബി ഭാഷയിൽ ഏറ്റവും വലിയ കഴിവുള്ളത്, അതുകൊണ്ട് ഞങ്ങളല്ലാത്തവരെല്ലാവരും പൊട്ടന്മാരാണ്. അജമികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ പൊട്ടന്മാർ, ഞങ്ങൾ മാത്രമാണ് സംസാരിക്കാൻ കഴിവുള്ളൂ. അത്ര അഹങ്കാരമായിരുന്നു. യമനിലെ ഒരു രാജാവിന്റെ കഥ പറയുന്നുണ്ട്. ആ രാജാവിന് ഒരു മകനുണ്ടായിരുന്നു, ഇമ്രുൽ ഖൈസ്. അറബി സാഹിത്യത്തിൽ ഏറ്റവും വലിയ മഹാനായിട്ട് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അറബി സാഹിത്യത്തിൽ ഏറ്റവും വലിയ ടോപ്പിൽ നിന്ന ആളാണ് ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസിന്റെ പിതാവ്, അവർക്ക് അറബി സാഹിത്യത്തിൽ എത്രത്തോളം അഹങ്കാരം ഉണ്ടായിരുന്നു എന്നതിന് ഉദാഹരണം, 10 വയസ്സായിട്ടും ഈ മകൻ അറബിയിൽ ഒരു കവിത പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാൾക്ക് തോന്നി ഇത് എന്റെ മകനല്ല എന്ന്. കാരണം എന്റെ മകനായിരുന്നുവെങ്കിൽ ഇവൻ അറബിയിൽ കവിത പറയാനുള്ള സമയം കഴിഞ്ഞു. ഇതുവരെയും അവൻ കവിത ഒന്നുപോലും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇവന്റെ പരമ്പരയിൽ എനിക്കെന്തോ സംശയമുണ്ട്. തന്റെ അടിമകളെ വിളിച്ചിട്ട് പറഞ്ഞ ഇവനെ കൊണ്ടുപോയി കൊന്നുകളയാൻ പറഞ്ഞു. ഇവൻ എന്റെ മകനല്ല. ഓർക്കണം, അറബി സാഹിത്യത്തിൽ അവർക്ക് എത്ര അഹങ്കാരമുണ്ടായിരുന്നു. 10 വയസ്സായ മകൻ സാഹിത്യം പറയാത്തതിന്റെ പേരിൽ അവനെ കൊന്നുകളയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഈ അടിമകൾ അവനെയും കൊണ്ട് മലയുടെ മുകളിലേക്ക് പോയിട്ട് കൊല്ലാൻ വേണ്ടി പോയി. ചോദിച്ചു, എന്താ നിന്റെ പരമ്പരയുടെ വിഷയത്തിൽ വാപ്പാക്ക് സംശയമുണ്ട്, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ പറഞ്ഞതാണ്. ആ പയ്യൻ ആ നിമിഷം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കിഫാ നബിക്കി മിൻ ദിക്റാ ഹബീബിൻ വമൻസലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. 2 വരി പാടി. നിങ്ങൾ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് 2 വരി പാട്ടുപാടി. ആ നിമിഷം പാടിയതാണ്. ഇത് കേട്ട ഉടനെ ആ അടിമകൾ അവനെ പൊക്കിയെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ ഇവന്റെ പരമ്പരയുടെ വിഷയത്തിൽ സംശയം പറഞ്ഞത്, ഇവൻ അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറും. അതുപോലെ തന്നെ പിൽക്കാലത്ത് ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറി. ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണ്, അവന്റെ ആ 2 വരി കേട്ടപ്പോൾ ആ അടിമകൾ പറഞ്ഞു ഇവൻ ഭാവിയിൽ ഏറ്റവും വലിയ സാഹിത്യകാരനാവുന്നു. അപ്പൊ അടിമകൾക്ക് പോലും സാഹിത്യത്തിൽ എത്ര കഴിവുണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. അതാണ് അവിടുത്തെ രസകരമായ കാര്യം. എന്തായാലും പിൽക്കാലത്ത് അതിന്റെ കൂട്ടത്തിൽ 6 വരികളും കൂടി ചേർത്തിട്ട് 7 വരി പദ്യമാക്കി കാബയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നു പിൽക്കാലത്ത്. ഇതിനെ വെല്ലാൻ ലോകത്തൊരു കവിതയുമില്ല, ലോകത്തൊരു അറബി സാഹിത്യവും ഇല്ല എന്നുള്ള വെല്ലുവിളിയുമായിട്ട് അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. സബഅത്തുൽ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞ് 7 പ്രശസ്തരായ കവിമാരുണ്ടായിരുന്നു, അറബി സാഹിത്യകാരന്മാർ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകൾ ഇങ്ങനെ കാബയിൽ കെട്ടിത്തൂക്കിയിടുമായിരുന്നു. എന്തിനാണ്? ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വല്ല സാഹിത്യവും ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇതിനെ താഴെ ഇറക്കാം. കുറെ കാലങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും അതിനെ വെല്ലുന്നതായ സാഹിത്യം ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബിതങ്ങൾക്ക് ധാരാളം മോചിതത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ മോചിതത്ത് പരിശുദ്ധമായ ഖുർആനാണ്. കാരണം എന്താണ്? ഖുർആന്റെ മോചിതത്തിന്റെ ഒന്നാമത്തെ കാരണം അത് ഏറ്റവും വലിയ സാഹിത്യമാണ്. അറബ് ലോകത്തിന്റെ മുഴുവൻ സാഹിത്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വന്നത്. ആ ഖുർആനെ മറികടക്കാൻ, അതിന്റെയും അപ്പുറത്തേക്ക് ഒരു സാഹിത്യത്തെ കൊണ്ടുവരാൻ ലോകത്തൊരു അറബികൾക്കും സാധിച്ചിട്ടില്ല. ഖുർആനെതിരെയുള്ളതായ വെല്ലുവിളികൾ ഈ നവനാസ്തികർ, യുക്തിവാദികളൊക്കെ പടച്ചുവിടുന്നുണ്ടല്ലോ, വെറും പൊട്ടത്തരമാണ്. ഖുർആനെതിരെ ഖുർആന്റെ സാഹിത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു സാഹിത്യത്തെ കൊണ്ടുവരാൻ അന്നത്തെ അറബികൾക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ ലോകത്തിന് ഒരാൾക്കും സാധിക്കൂല. അത്ര വലിയ ടോപ്പ് സാഹിത്യത്തിലായിരുന്നു അവർ നിന്നത്. അവർക്ക് പോലും ഖുർആന്റെ മുമ്പിൽ അവർ പരാജയപ്പെട്ടു. നബിതങ്ങളെ കള്ളനാണെന്ന് പറഞ്ഞു, നബിതങ്ങളെ ഭ്രാന്തനാണെന്ന് പറഞ്ഞു, നബിതങ്ങളെ ഇത് എല്ലാം പറഞ്ഞു. പക്ഷേ ഖുർആന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അത്രയ്ക്കായോ? എന്നാൽ ഖുർആനെക്കാളും വലിയൊരു സാഹിത്യം ഞാൻ കൊണ്ടുവരാം, ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് സാധിച്ചില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ ആർക്കും സാധിക്കത്തുമില്ല. അപ്പൊ ഖുർആനിൽ തെറ്റുണ്ട്, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങൾ വെറും പൊട്ടത്തരമാണ്. ഒരു ബുദ്ധിയില്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഖുർആനിൽ തെറ്റുകൾ കണ്ടുപിടിക്കണമായിരുന്നുവെങ്കിൽ അന്നത്തെ അറബികൾ കണ്ടുപിടിക്കണമായിരുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ഖുർആനിലുള്ളത് പോലത്തെ ഒരു 10 സൂറത്ത് കൊണ്ടുവാ. ആർക്കും കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ഖുർആനിലുള്ളത് പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവാ. ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ഖുർആനെ പോലുള്ള ഒരായത്ത് നിങ്ങൾ കൊണ്ടുവാ. ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. കാരണം എന്താണ്? ഇത് അള്ളാഹുവിന്റെ കിതാബാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടത്തിന്റെ ട്രെൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും ഓരോ മൊയ്ജിത്തും വരുന്നത്. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ സാഹിത്യമായിരുന്നു, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ സാഹിത്യമായിട്ട് ഖുർആൻ വന്നു. ഇന്ന് വരെ എഴുതിയിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, ഒരാളുടെ അടുക്കലും പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു മുഹമ്മദ് എന്ന ഒരു വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സാഹിത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ വചനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് മൊയ്ജിത്തായിരിക്കും, അത് അള്ളാഹുവിന്റെ വചനമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ മുസ്ലിം ആകാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നൂഹ് നബിയുടെ പ്രളയവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന ഒരു ആയത്ത്, വഖീല യാ അർളുബ്ലഈ മാഅകി വയാ സമാഉ അഖ്ലിഇ വഗീദൽ മാ വഖദിയൽ അംർ വസ്തവത് അലൽ ജൂദി വഖീല ബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ഖുർആനിലെ ഏറ്റവും കൂടുതൽ സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരായത്താണ്. നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ അറബികളല്ലാത്തത് കൊണ്ടും ഈ കാലഘട്ടത്തിലായതുകൊണ്ടും ഈ ആയത്തിന്റെ സൗന്ദര്യം എത്രത്തോളമാണ്, ഇതിന്റെ സാഹിത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ പറഞ്ഞത് കേട്ടത് നമ്മുടെ മഹാന്മാർ എഴുതി വെച്ചത്, തഫ്സീറുകളിൽ എഴുതി വെച്ചത് നമ്മൾ പഠിക്കുന്നു പറയുന്നു, അത്രേ ഉള്ളൂ. നമ്മളുടെ ബലഹീനതയാണ്. ഇതിന്റെ സാഹിത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇമ്രുൽ ഖൈസിന്റെ സഹോദരി ജീവിച്ചിരിപ്പുള്ള കാലമായിരുന്നു. ഖുർആന്റെ ആയത്തുകൾ ഓരോന്നും ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞത്, ആ ഖുർആൻ ഇറങ്ങുന്നു, ഇതിനേക്കാളും വലിയ സാഹിത്യം, അതിനെ താഴെ ഇറക്ക്. ഇല്ല, എന്റെ സഹോദരന്റെ വചനങ്ങളെ, ആ പദ്യത്തെ വെല്ലുവിളിക്കുന്ന വരികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവസാനം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇത് ഖുർആനിലെ ഏറ്റവും വലിയ സാഹിത്യമുള്ള ആയത്താണ്. സാഹിത്യത്തിന്റെ മുഴുവൻ വിഭാഗങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു കുഞ്ഞായത്താണിത്. ഈ ചെറിയ ആയത്തിനകത്ത് ഏറ്റവും വലിയ സാഹിത്യമാണുള്ളത്. ഇത് കേട്ട ഉടനെ ഇമ്രുൽ ഖൈസിന്റെ സഹോദരി വന്ന് ആ തന്റെ സഹോദരന്റെ സബാത്തുൽ മുഅല്ലഖാത്ത് ആ പദ്യം കാബയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നതിനെ ഇറക്കി. എന്നിട്ട് ഈ ആയത്തിനെ എഴുതി കെട്ടിത്തൂക്കുകയുണ്ടായി. ഈ വചനത്തെ വെല്ലുവിളിക്കാൻ ഇനി ലോകത്തൊരു സാഹിത്യത്തിന് സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. ഇതാണ് പരിശുദ്ധമായ ഖുർആന്റെ സാഹിത്യം. ഒരു യഹൂദി ഉണ്ടായിരുന്നു, ഇബ്നുൽ മുഖഫഅ. തഫ്സീറിന്റെ കിതാബുകളിൽ അയാളുടെ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അയാള് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അറബി സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിനോട് ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ സാഹിത്യകാരനല്ലേ, ഖുർആനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊരു ഗ്രന്ഥം എഴുതും, എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ ചോദിക്കുന്നത് തരാം, ഖുർആനെതിരായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സാഹിത്യ ഗ്രന്ഥം തയ്യാറാക്കും. ഓ, ഞാൻ റെഡി. അങ്ങനെ ഒരു വർഷം മുഴുവനും അയാൾ മുറിക്കകത്ത് അടച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തിയാക്കും, ബാക്കി ഫുൾ എഴുതി ഖുർആനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സാഹിത്യം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം തയ്യാറാക്കി. ഒരു വർഷം കൊണ്ട് എല്ലാം കെട്ടിപ്പറ്റി പൂർത്തിയാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു വർഷത്തിന് ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, എന്റെ പണിയൊക്കെ പൂർത്തിയായെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാം. ചെറിയ ഇടവഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഗലി ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ആ ഇടവഴിയുടെ സൈഡില് ഒരു കൊച്ചു കുഞ്ഞ് ജനലിനോട് മുഖം തിരിച്ചിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നു. ഇയാൾ ഇങ്ങനെ നടന്നു വരുന്നു, കുട്ടി ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ഇയാൾ ഇവിടെ എത്തിയതും കുട്ടിയുടെ ഖുർആൻ ഓതൽ കേൾക്കുന്നു. ഇയാൾ അവിടെ എത്തുമ്പോഴത്തേക്കും ആ കുട്ടി ഓതിയത് ഈ ആയത്തായിരുന്നു, ഈ ആയത്ത് കേട്ടപ്പോ സ്റ്റക്കായി നിന്നുപോയാള് അവിടെ നിന്നുപോയി, ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഈ വചനമോ, ഈ വചനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഞാൻ ഗ്രന്ഥം എഴുതിയത്? ഉടൻ തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി താൻ തയ്യാറാക്കിയ ഗ്രന്ഥം എടുത്ത് വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഈ ഒരു വചനത്തെ വെല്ലുവിളിക്കാൻ ലോകത്തൊരു വചനത്തിന് സാധിക്കുകയില്ല. ഖുർആന്റെ ഒരു ആയത്ത് ഇത്ര സാഹിത്യമാണെങ്കിൽ എന്റെ ഒരു വർഷത്തെ പരിശ്രമങ്ങൾ മുഴുവനും പാഴായി, ഇതൊക്കെ വേസ്റ്റായി, ഇതിനെ വെല്ലുവിളിക്കാൻ സാധിക്കൂല. അയാൾ മുസ്ലിമായി. സാഹിത്യകാരന്മാർക്ക് മനസ്സിലായി ഇത് പരിശുദ്ധമായ ഗ്രന്ഥം വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കിതാബാണ്. നമുക്ക് അറബി അറിഞ്ഞുകൊണ്ട് അറബിയുമായിട്ടുള്ള പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ ഖുർആനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, ഇത് തെറ്റുള്ളതാണ്, ഇത് വൈരുദ്ധ്യമുള്ളതാണെന്ന്. വെറും മണ്ടത്തോളമല്ലാതെ വേറെ എന്ത് പറയാൻ. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മോചിതത്താണ്. പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിതത്ത് നൽകും. അത് ഓരോ കാലഘട്ടത്തിന്റെയും ട്രെൻഡിനെ വെല്ലുവിളിക്കുന്നതായിരിക്കും. ഇന്നീ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ട്രെൻഡ് സയൻസാണ്, ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കിയാൽ ശാസ്ത്രത്തെയും വെല്ലുവിളിക്കുന്നതായ വലിയ കാര്യങ്ങൾ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വന്നത് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് അള്ളാഹു പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകൾ നൽകും. ആ മുഅ്ജിസത്ത് നൽകുന്നത് മനുഷ്യ കഴിവുകൾക്ക് അതീതമായ അത്ഭുതങ്ങളായിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? ഞാൻ പ്രവാചകനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
ഇനിയും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ അതുകൂടി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.